Hi all, welcome to I Plus Training Solutions. കേരള സെറ്റ് എക്സാമിനേഷൻ ഒക്കെ കഴിഞ്ഞു അല്ലേ? 24-ാം തീയതി ആയിരുന്നു നമ്മുടെ എക്സാം ഉണ്ടായിരുന്നത്. 2025 ജൂലൈ സൈക്കിളിലെ എക്സാം ഓഗസ്റ്റിലാണ് കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ ഇപ്പോൾ ടെൻറ്റേറ്റീവ് ആയിട്ടുള്ള ആൻസർ കീ ഒക്കെ വന്നു കഴിഞ്ഞു. നിങ്ങളെല്ലാവരും ആൻസേഴ്സ് ഒക്കെ ചെക്ക് ചെയ്തിട്ടുണ്ടായിരിക്കും അല്ലേ? എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ എക്സാമിനേഷൻ? നമ്മുടെ സബ്ജക്റ്റ് ഹിസ്റ്ററി സബ്ജക്റ്റിലെ എക്സാമിനേഷൻ എങ്ങനെ ഉണ്ടായിരുന്നു? അത്ര മോശം എന്ന് പറയാനായിട്ട് പറ്റുന്ന ഒരു പേപ്പർ ഒന്നുമല്ല. കുഴപ്പമില്ലാത്ത ഒരു ടഫ് ആണോ എന്ന് ചോദിച്ചാൽ അത്ര ടഫ് അല്ല, എന്നാൽ അത്ര എളുപ്പം ഉള്ള പേപ്പറും അല്ല. ഒരു മോഡറേറ്റ് ലെവലിൽ നിൽക്കുന്ന സബ്ജക്റ്റ് പേപ്പർ ആയിരുന്നു നമ്മുടെ ഹിസ്റ്ററിയുടെ. അത്യാവശ്യം പഠിച്ചു പോയവർക്ക് നല്ല രീതിക്ക് തന്നെ ആൻസർ ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. ഓക്കെ അല്ലേ? അങ്ങനെ തന്നെയായിരുന്നില്ലേ നിങ്ങൾക്ക്? കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെ നമ്മൾ നമ്മുടെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസും എല്ലാം വന്നിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ കഴിഞ്ഞ വീക്കിലായിട്ട് നമ്മുടെ ഒരു സെറ്റിന്റെ ലൈവ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനും നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലൊക്കെ നമ്മൾ പറഞ്ഞു പോയ ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിട്ടുണ്ട് നമ്മുടെ എക്സാമിനേഷന്. അപ്പോൾ അത് ആ ഒരു ലൈവ് അറ്റൻഡ് ചെയ്തവർക്കൊക്കെ അത് വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും. നമ്മൾ ഡിസ്കസ് ചെയ്ത പോർഷൻസിലൂടെയൊക്കെ തന്നെ ഈ ക്വസ്റ്റ്യൻ പേപ്പർ കടന്നു പോയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ടെൻറ്റേറ്റീവ് ആയിട്ടുള്ള ആൻസർ കീ വന്ന പക്ഷം നമുക്ക് ഒരു ഓപ്ഷൻ ഉണ്ട് അല്ലെ? എന്തെങ്കിലും ക്വസ്റ്റ്യൻസിൽ ഇററോ അല്ലെങ്കിൽ ആൻസർ കൊടുത്തിട്ടുള്ളതിൽ ഇററോ ഉണ്ടെങ്കിൽ നമുക്കത് ചാലഞ്ച് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ട് അല്ലെ? അപ്പോൾ അത്തരത്തിൽ ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ മനസ്സിലുടക്കിയിട്ടുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ ക്വസ്റ്റ്യൻ ചാലഞ്ച് ചെയ്യാനുള്ള ഒരു ടൈം ഇപ്പോൾ 2-3 ദിവസത്തിനുള്ളിൽ അങ്ങനെ ചാലഞ്ച് ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള ഒരു അവസരമൊക്കെ ഉണ്ട്. അപ്പോൾ അത്തരത്തിൽ തോന്നിയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഞാൻ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാനായിട്ട് എടുത്തിട്ടുള്ളത് കേട്ടോ. നമുക്ക് ആ ഒരു ക്വസ്റ്റ്യനിലേക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ കോഡ് എയിലെ 16ാമത്തെ ചോദ്യം. ദ ബ്രിട്ടീഷ് സയന്റിസ്റ്റ് ഹു കോയിൻഡ് ദ വേർഡ് നിയോലിത്തിക് ഇൻ ഹിസ് ബുക്ക് ആന്റിക്വിറ്റി ഓഫ് മാൻ. ആന്റിക്വിറ്റി ഓഫ് മാൻ എന്ന തൻ്റെ പുസ്തകത്തിൽ നിയോലിത്തിക് എന്ന വേർഡ് കോയിൻ ചെയ്തിട്ടുള്ള ബ്രിട്ടീഷ് സയന്റിസ്റ്റ് ആരാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഈ ഒരു ചോദ്യം വായിക്കുമ്പോൾ തന്നെ ചെറിയൊരു മിസ്റ്റേക്ക് നമുക്ക് ഫീൽ ചെയ്യും, ചോദ്യവും അതിന്റെ ഓപ്ഷനും വായിക്കുമ്പോൾ. കാരണം നമുക്ക് എന്തായാലും ക്വസ്റ്റ്യൻ ഫുൾ ആയിട്ടൊന്ന് വായിക്കാം. ദ ബ്രിട്ടീഷ് സയന്റിസ്റ്റ് ഹു കോയിൻഡ് ദ വേർഡ് നിയോലിത്തിക് ഇൻ ഹിസ് ബുക്ക് ആന്റിക്വിറ്റി ഓഫ് മാൻ എന്നാണ് ചോദ്യം. വേര ഗോർഡൻ ചൈൽഡ്, ജോൺ ലബോക്ക്, ബരാബര സ്റ്റാർക്ക്, ലൂയിസ് ബിൻഫോർഡ് എന്നങ്ങനെയാണ് ഓപ്ഷൻസ് നൽകിയിട്ടുള്ളത്. ഇതിൽ ആൻസർ ആയിട്ട് കൊടുത്തിട്ടുള്ളത് ഓപ്ഷൻ ബി ആണ്. ഒരു ആൻസർ കീയിൽ ടെൻറ്റേറ്റീവ് ആൻസർ കീയിൽ ഓപ്ഷൻ ആയിട്ട് കൊടുത്തിട്ടുള്ളത് ശരിയായിട്ടുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുള്ളത് ഓപ്ഷൻ ബി ജോൺ ലബോക്ക് എന്നാണ്. ജോൺ ലബോക്ക് തന്നെയാണ് ഈ നിയോലിത്തിക് എന്നുള്ള ടേം ആദ്യമായിട്ട് കോയിൻ ചെയ്തിട്ടുള്ളത്. പക്ഷേ അദ്ദേഹത്തിന്റെ ബുക്കിന്റെ പേര് ഒരിക്കലും ആന്റിക്വിറ്റി ഓഫ് മാൻ എന്നുള്ളതായിരുന്നില്ല. ആന്റിക്വിറ്റി ഓഫ് മാൻ എന്ന ബുക്ക് എഴുതിയിട്ടുള്ളത് ചാൾസ് ലേയൽ ആണ്. ചാൾസ് ലേയൽ ആണ് ആന്റിക്വിറ്റി ഓഫ് മാൻ എന്ന ബുക്ക് എഴുതിയിട്ടുള്ളത്. ആക്ച്വലി ജോൺ ലബോക്കിന്റെ ബുക്കിന്റെ പേര് വരുന്നത് പ്രീഹിസ്റ്റോറിക് ടൈംസ് ആൻഡ് ഇലിസ്ട്രേഷൻ ബൈ ആൻഷ്യന്റ് റിമെയിൻസ് ആൻഡ് ദ മാനേഴ്സ് ആൻഡ് കസ്റ്റംസ് ഓഫ് മോഡേൺ സേവേജ് എന്നാണ്. ആ ബുക്കിലാണ് നിയോലിത്തിക് എന്നുള്ള ടേം ആദ്യമായിട്ട് അദ്ദേഹം കോയിൻ ചെയ്യുന്നത്. പിന്നെ നിയോലിത്തിക് റെവല്യൂഷൻ എന്നുള്ള ടേം ആണ് കേട്ടോ വേറെ ഗോൾഡൻ ചൈൽഡുമായിട്ട് റിലേറ്റ് ആയിട്ടുള്ളത്. പലർക്കും അങ്ങനെ ഒരു ഡൗട്ട് വന്നിട്ടുണ്ടായിരുന്നു. നിയോലിത്തിക് റെവല്യൂഷൻ ആണ് ഗോൾഡൻ ചൈൽഡായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ടേം. ഈ പെർട്ടിക്കുലർ ടേം നിയോലിത്തിക് എന്നുള്ള ടേം കോയിൻ ചെയ്തിട്ടുള്ള വ്യക്തി ജോൺ ലബോക്ക് തന്നെയാണ്. പക്ഷേ അദ്ദേഹത്തിന്റെ ബുക്കിന്റെ പേര് ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുള്ളത് തെറ്റിപ്പോയി. ക്വസ്റ്റ്യനിൽ ആന്റിക്വിറ്റി ഓഫ് മാൻ എന്നാണ് കൊടുത്തിട്ടുള്ളത്. അത് ചാൾസ് ലയാലിന്റെ ബുക്കാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ ചെറിയൊരു കറക്ഷൻ വരുന്നുണ്ട്, ചാലഞ്ച് ചെയ്യാവുന്നതാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഇവിടെ സ്ലൈഡിൽ കാണാം. ദ പ്രിയാമ്പിൾ ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ വാസ് അഡോപ്റ്റഡ് ഓൺ 22 January 1947 ആൻഡ് ദ ബേസിക് ഫിലോസഫി ഇറ്റ്സ് മൂവിംഗ് സ്പിരിറ്റ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് ടു ബി ഫൗണ്ട് ഇൻ ദ പ്രിയാമ്പിൾ. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്, വൈൽ ഫണ്ടമെന്റൽ റൈറ്റ്സ് ആർ ജസ്റ്റിസബിൾ ആൻഡ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ആർ നോട്ട്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഡിക്ലെയർസ് ഇന്ത്യ ടു ബി എ സോവറിൻ, സോഷ്യലിസ്റ്റ്, സെക്യുലർ ആൻഡ് ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്. നാലാമത്തെ സ്റ്റേറ്റ്മെന്റ്, ദ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊവൈഡ്സ് എ ഫ്രെയിംവർക്ക് ഫോർ എ ഡെമോക്രാറ്റിക് ആൻഡ് എ പാർലമെന്ററി ഫോം ഓഫ് ഗവൺമെന്റ്. എന്നീ 4 സ്റ്റേറ്റ്മെന്റുകളാണ് തന്നിട്ടുള്ളത്. ഇതിൽ ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകൾ ചൂസ് ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് 4 കോഡുകളായിട്ട്
ഓപ്ഷൻസ് നൽകിയിട്ടുണ്ട്. ഒന്നാമത്തേത് 1, 2, 3 and 4. ബി കോഡ് 2 and 3. സി കോഡ് 3 and 4 ഓൺലി. ഡി കോഡ് 1 and 2 ഓൺലി. എന്നിങ്ങനെ 4 ഓപ്ഷൻസ് നൽകിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിൽ ഏതാണ് ശരിയായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നത്? അതായത് ഈ ഒരു ക്വസ്റ്റ്യനും അതിന്റെ ഓപ്ഷൻസും വായിച്ചപ്പോൾ എന്തെങ്കിലും എറർ നിങ്ങൾക്ക് അതിൽ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നോ? അതെ, നമുക്ക് സ്റ്റേറ്റ്മെന്റ് ഒന്നുകൂടി വായിക്കാം. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ്? ദ പ്രിയാമ്പിൾ ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ വാസ് അഡോപ്റ്റഡ് ഓൺ 22 January 1947 എന്നാണ് പറയുന്നത് അല്ലേ? ശരിക്കും അപ്പോഴാണോ പ്രിയാമ്പിൾ കോൺസ്റ്റിറ്റ്യൂഷൻ അഡോപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്? അല്ല, ഈ ഒരു ഡേറ്റില്, അതായത് 1947 January 22 ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ സ്വീകരിച്ചിട്ടുണ്ടായിരുന്നത് പ്രിയാമ്പിൾ ആയിരുന്നില്ല, ലക്ഷ്യപ്രമേയമായിരുന്നു. ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ ആയിരുന്നു ഈ ഒരു ഡേറ്റിൽ സ്വീകരിച്ചിട്ടുണ്ടായിരുന്നത്. നമ്മൾ ഇന്ന് കാണുന്ന പ്രിയാമ്പിള് ഭരണഘടനയുടെ മറ്റ് ഭാഗങ്ങൾക്കൊപ്പം 1949 November 26 അംഗീകരിച്ചിട്ടുണ്ടായിരുന്നത്, അഡോപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഭരണഘടനയിൽ അഡോപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്താണ്? 1949 November 26 ദെൻ അതിനുശേഷം 1950 January 26 ഇന്ത്യൻ ഭരണഘടന പ്രാബല്യത്തിൽ വരുന്നത്. ആ ദിവസമാണ് January 26 നമ്മൾ എന്ത് ആഘോഷിക്കുന്നത്? റിപ്പബ്ലിക് ദിനമായിട്ട് ആചരിക്കുന്നത് അല്ലെ? അപ്പൊ നമ്മുടെ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. അതായത് പ്രിയാമ്പിൾ ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ വാസ് അഡോപ്റ്റഡ് ഓൺ 22 January 1947 എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആക്ച്വലി 1947 അല്ല, 1949 1949 November 26 പ്രിയാമ്പിള് കോൺസ്റ്റിറ്റ്യൂഷൻ അഡോപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. അതുകൊണ്ട് നമ്മുടെ ആൻസർ കീയിൽ അവർ കൊടുത്തിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. അതായത് തന്നിട്ടുള്ള 4 സ്റ്റേറ്റ്മെന്റുകളും ശരിയാണ് എന്നുള്ള രീതിയിലാണ് ആൻസർ കീയിൽ കൊടുത്തിട്ടുള്ളത്. ആക്ച്വലി അങ്ങനെയല്ല വരിക. ദെൻ മറ്റ് സ്റ്റേറ്റ്മെന്റുകൾ നോക്കുമ്പോൾ 3 ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അതായത് ഫണ്ടമെന്റൽ റൈറ്റ്സ് ആർ ജസ്റ്റിസബിൾ ആൻഡ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ആർ നോട്ട്. അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ദെൻ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ്? ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഡിക്ലെയർസ് ഇന്ത്യ ടു ബി എ സോവറിൻ സോഷ്യലിസ്റ്റ് സെക്യുലർ ആൻഡ് ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്. അതും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലെ? നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊവൈഡ്സ് എ ഫ്രെയിംവർക്ക് ഫോർ എ ഡെമോക്രാറ്റിക് ആൻഡ് പാർലമെന്ററി ഫോം ഓഫ് ഗവൺമെന്റ്. അതും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് തന്നെയാണ്. അപ്പൊ ഈ 3 സ്റ്റേറ്റ്മെന്റുകളും കറക്റ്റ് ആയതുകൊണ്ട് തന്നെ ഓപ്ഷൻസിൽ 2, 3, 4 എന്നുള്ള ഒരു കോഡ് വരേണ്ടതായിരുന്നു. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് ഓപ്ഷനിൽ അങ്ങനെ ഒരു കോഡ് ഇല്ല. അതുകൊണ്ട് തന്നിട്ടുള്ള ഓപ്ഷൻസ് വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഒരു പ്രോബബിലിറ്റി എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, 2, 3 ഓൺലി എന്നുള്ളത്. അപ്പൊ അത് ചൂസ് ചെയ്യാനായിട്ടുള്ള ഞാനത് ചൂസ് ചെയ്യാനായിട്ടുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ബാക്കി 4 സ്റ്റേറ്റ്മെന്റിന്റെയും ഒരു കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് ഉള്ള സ്റ്റേറ്റ്മെന്റ്സ് ആണ് ഞാൻ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതായത് ഫണ്ടമെന്റൽ റൈറ്റ്സും അതുപോലെ കോൺസ്റ്റിറ്റ്യൂഷൻ ഇന്ത്യയിൽ അതുപോലെ സോവറിനിറ്റി, സോഷ്യലിസ്റ്റ്, സെക്യുലർ അതൊക്കെ ഡിക്ലെയർ ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ ആ ഒരു റിപ്പബ്ലിക്കിനെ കുറിച്ചിട്ടാണല്ലോ പറയുന്നത്. അപ്പൊ അത് രണ്ടുമാണ് എനിക്ക് ഈ 4 ഈ സ്റ്റേറ്റ്മെന്റ്സിൽ കുറച്ചും കൂടി ഇമ്പോർട്ടന്റ് ആയിട്ട് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാൻ ഓപ്ഷൻ ബി ആയിരിക്കാം മേ ബി ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നമുക്കത് ചൂസ് ചെയ്യാം എന്ന് ഞാൻ പറഞ്ഞത്. ഒരു പ്രോബബിലിറ്റി ആണ് പറഞ്ഞത് കേട്ടോ. ആക്ച്വലി ശരിയായിട്ടുള്ള ആൻസർ വരേണ്ടത് 2, 3, 4 എന്നീ ഓപ്ഷൻസ് എന്നീ കോഡ് ശരിയാണ് എന്നുള്ള ലെവലിലാണ്. പക്ഷെ അത് നമ്മുടെ ക്വസ്റ്റ്യനിൽ അങ്ങനത്തെ ഒരു കോഡ് കൊടുക്കാത്ത കാരണമാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത്. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ചാലഞ്ച് ചെയ്യാവുന്നതാണ്. അടുത്തത് കോഡ് എയിൽ തന്നെ ക്വസ്റ്റ്യൻ നമ്പർ 49 ഒരു കറക്ഷൻ വരുന്നുണ്ട്. അതായത് ക്വസ്റ്റ്യൻ എങ്ങനെയാണ്? ദ ടൈറ്റിൽ സിൽ ഇ ഇലാഹി യൂസ്ഡ് ബൈ അക്ബർ മീൻസ് ഡാഷ്. സിൽ ഇ ഇലാഹി, അക്ബർ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന സിൽ ഇ ഇലാഹി എന്ന ടൈറ്റിലിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചിട്ടുള്ളത്. ആൻസർ ആയിട്ട് കൊടുത്തിട്ടുള്ളത് ഷാഡോ ഓഫ് ഗോഡ് എന്നാണ് ആൻസർ കീയിൽ കൊടുത്തിട്ടുള്ളത്. അത് ശരിയായിട്ടുള്ള ആൻസർ തന്നെയാണ്. സിൽ ഇ ഇലാഹിയുടെ ഒരു മീനിങ് വരുന്നത് ഷാഡോ ഓഫ് ഗോഡ്, ദൈവത്തിന്റെ നിഴൽ എന്ന് തന്നെയാണ്. പക്ഷേ നമ്മുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എന്താണെന്നാല് സിൽ ഇ ഇലാഹി എന്നുള്ള ടൈറ്റില് അക്ബർ ഒരിക്കലും യൂസ് ചെയ്തതായിട്ട് എവിടെയും പറയുന്നില്ല. ആ ടൈറ്റിൽ യൂസ് ചെയ്തിട്ടുള്ളത് ആരായിരുന്നു? ബാൽബൻ ആയിരുന്നു സിൽ ഇ ഇലാഹി എന്നുള്ള ടൈറ്റിൽ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പൊ ആ ഒരു ക്വസ്റ്റ്യനിൽ ചെറിയ കറക്ഷൻ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യനും മേ ബി ചാലഞ്ച് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ബാക്കി ആൻസേഴ്സ് ഒക്കെ ഓൾമോസ്റ്റ് ശരിയാണ്. ചില സ്പെല്ലിംഗ് മിസ്റ്റേക്ക്, ഇപ്പോൾ ട്രൈബൽ മോണ്യുമെന്റ് എന്നൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. ട്രൈബൽ മൂവ്മെന്റ് എന്ന് കൊടുത്തിട്ടുണ്ട്, ട്രൈബൽ മോണ്യുമെന്റ് എന്നൊക്കെ കൊടുത്തിട്ടുണ്ട് ക്വസ്റ്റ്യൻ ബി കോഡിലൊക്കെ.
അപ്പോൾ അത്തരത്തിലുള്ള ചെറിയ ചെറിയ മിസ്റ്റേക്കുകൾ, സ്പെല്ലിംഗ് മിസ്റ്റേക്കുകളൊക്കെ ഒഴിച്ചാൽ ബാക്കിയെല്ലാം തന്നെ ക്ലിയർ ആണ് ഓൾമോസ്റ്റ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെ നിങ്ങൾക്ക് ചാലഞ്ച് ചെയ്യാവുന്നതാണ് കേട്ടോ. താങ്ക് യു.